അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ച് അദ്ദേഹം പ്രാപിച്ച വെളിപ്പാട് അദ്ദേഹം തന്നെ വിവരിക്കുന്നുണ്ട്. ഈ വാക്യങ്ങളെ അടിസ്ഥാനമാക്കി തിരുവത്താഴത്തെക്കുറിച്ചുള്ള ഒരു ഗൗരവമായ പഠനമാണ് ഈ സന്ദേശത്തിൽ ഉള്ളത്. ഇത് 2 ഭാഗങ്ങളായാണ് പ്രസിദ്ധീകരിക്കുന്നത്. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ഇതിൻ്റെ 1-ാമത്തെ ഭാഗമാണ്. 2-ാമത്തെ ഭാഗം നമ്മുടെ വീഡിയോ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേൾക്കുവാൻ താല്പര്യമുള്ളവർ naphtalitribe.tv.com എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഈ പഠനം ബുക്കായി സൗജന്യമായി ലഭ്യമാണ്. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. ഫോൺ നമ്പർ 9961330751. ഇനി നമുക്ക് ഈ പഠനത്തിൻ്റെ 1-ാമത്തെ ഭാഗത്തിലേക്ക് പോകാം. എല്ലാ ക്രൈസ്തവ സഭകളും വളരെ വിശുദ്ധമായി ആചരിക്കുന്ന ഒരു കൂദാശ അല്ലെങ്കിൽ കൽപ്പനയാണ് തിരുവത്താഴ ശുശ്രൂഷ. യേശു ശിഷ്യന്മാരുമായി കഴിച്ച അവസാനത്തെ അത്താഴത്തിൽ അവൻ കൽപ്പിച്ച് സ്ഥാപിച്ചതാണ് ഈ ശുശ്രൂഷ. ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിലും അനുഷ്ഠിക്കുന്ന രീതിയിലും സഭാവിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്തതയുണ്ടെങ്കിലും അതിൻ്റെ പൊരുളിൽ വലിയ അഭിപ്രായ ഭിന്നതയില്ല. തിരുവത്താഴ ശുശ്രൂഷ നമ്മുടെ പാപമോചനത്തിനായി യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നതിൻ്റെ സ്മരണ ആണ്. ക്രിസ്തീയ സ്നാനം, കർത്താവിൻ്റെ അത്താഴം എന്നിവ സഭ അനുഷ്ഠിക്കുവാനായി യേശുക്രിസ്തു കൽപ്പിച്ച 2 കൽപ്പനകൾ ആണ്. തിരുവത്താഴത്തെ കർത്താവിൻ്റെ അത്താഴം, അപ്പം നുറുക്കൽ, കർത്താവിൻ്റെ മേശ എന്നിങ്ങനെ വിളിക്കുന്നു. 1 കൊരിന്ത്യർ 10:16 ഇതിനെ കൂട്ടായ്മ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് വിശുദ്ധ കൂട്ടായ്മ എന്ന പേര് ഈ ശുശ്രൂഷയ്ക്ക് ലഭിച്ചു. മർക്കോസ് 14:23 പറയുന്ന പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു എന്ന വാചകത്തിലെ സ്തോത്രം ചൊല്ലി എന്ന വാക്കിൻ്റെ ഗ്രീക്ക് പദം യൂക്കറിസ്റ്റിയോ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം നന്ദി പ്രകടിപ്പിക്കുക, ആഹാരത്തിനായി സ്തോത്രം ചെയ്യുക എന്നിങ്ങനെയാണ്. ഇതിൽ നിന്നുമാണ് യൂക്കറിസ്റ്റ് എന്ന പദമുണ്ടായത്. തിരുവത്താഴ ശുശ്രൂഷയെ ഈ വാക്കുകൊണ്ടും വിളിക്കാറുണ്ട്. കർത്താവിൻ്റെ അത്താഴത്തിന് യഹൂദന്മാരുടെ പെസഹ അത്താഴത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. എങ്കിലും പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ തികച്ചും വേറിട്ട ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. അത് അദ്ദേഹം കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്നാണ് പറയുന്നത്. പൗലോസിൻ്റെ ഈ വ്യാഖ്യാനമാണ് ഇന്ന് ക്രൈസ്തവ സഭയ്ക്ക് സ്വീകാര്യമായ ഉപദേശം. അതിനാൽ ഇതിനെക്കുറിച്ചുള്ള ഒരു ഗൗരവമായ പഠനം പ്രയോജനം ആണ്. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് കർത്താവിൻ്റെ മേശയെക്കുറിച്ച് അദ്ദേഹത്തിന് ലഭിച്ച വെളിപ്പാട് വിശദീകരിക്കുന്നുണ്ട്. ഇത് പുതിയ വിശ്വാസികൾ അനുഷ്ഠിക്കുന്ന അപ്പം നുറുക്കൽ ശുശ്രൂഷയെ യഹൂദന്മാരുടെ പെരുന്നാളായ പെസഹ അത്താഴത്തിൽ നിന്നും വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വെളിപ്പാട് ആണ്. യേശുവും ശിഷ്യന്മാരും അവസാനമായി ഒരുമിച്ച് ഭക്ഷിച്ച അത്താഴം യഹൂദ മതപ്രകാരമുള്ള പെസഹ അത്താഴമായിരുന്നു. പെസഹ അത്താഴത്തിൽ യഹൂദന്മാർ ആചരിച്ചിരുന്ന എല്ലാ ചടങ്ങുകളും അതിലുണ്ടായിരുന്നു. എന്നാൽ പെസഹയിലെ ആചാരങ്ങളെ യേശു അവരിൽ നിവൃത്തിയായതായി വ്യാഖ്യാനിച്ചു. ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമത്തത്തിലായിരുന്നപ്പോൾ അവരെ സ്വതന്ത്രരായി വിട്ടയക്കുവാൻ ഫറവോൻ രാജാവിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടതിനായി ദൈവം മിസ്രൈം ജനത്തിനുമേൽ 10 ബാധകളെ അയച്ചു. ഇതിൽ 10-ാമത്തെ ബാധയായിരുന്നു ആദ്യജാതന്മാരുടെ മരണം. ഈ ബാധ ഇസ്രായേൽ ജനത്തെ ബാധിക്കാതെ ഇരിക്കേണ്ടതിനായി ഇസ്രായേൽ കലണ്ടറിലെ 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് ഒരു ആട്ടിൻകുട്ടിയെ അറക്കണം എന്ന് ദൈവം കൽപ്പിച്ചു. അതിൻ്റെ രക്തം വീടിൻ്റെ വാതിലിൻ്റെ കട്ടളക്കാൽ 2-ന്മേലും കുറുമ്പടിമേലും പുരട്ടണം. അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പിച്ചീരോടും കൂടെ തിന്നണം. ആ രാത്രി ദൈവം മിസ്രൈം ദേശത്തുള്ള മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും കടിഞ്ഞൂലിനെയെല്ലാം സംഹരിച്ചു. എന്നാൽ ഇസ്രായേലിൽ താമസിച്ചിരുന്ന വീടുകളിന്മേൽ ആട്ടിൻകുട്ടിയുടെ രക്തം അടയാളമായിരുന്നു. അതിനാൽ മിസ്രൈം ദേശത്തെ ബാധിച്ച സംഹാരം അവർക്ക് സംഭവിച്ചില്ല. ഈ ദിവസത്തെ ഒരു ഓർമ്മ നാളായി അത് യഹോവയ്ക്ക് തലമുറയായി നിത്യനിയമമായും ഉത്സവമായും ആചരിക്കണം എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു. ഇതാണ് പെസഹ പെരുന്നാൾ. അവർക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടി രക്തം ചൊരിഞ്ഞു മരിച്ചതിനാലാണ് മിസ്രൈമിലായിരുന്ന ഇസ്രായേൽ ജനം ആദിജാതന്മാരുടെ മരണമെന്ന ബാധയിൽ നിന്നും മിസ്രൈമ്യരുടെ അടിമത്തത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചത്. ഇതാണ് പെസഹ പെരുന്നാളിൽ അവർ ഓർക്കുന്നത്.
അതുപോലെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അവൻ്റെ ക്രൂശിലെ യാഗത്തിൽ ചൊരിഞ്ഞ രക്തത്തിലൂടെയാണ് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവിക ശിക്ഷയിൽ നിന്നും രക്ഷ പ്രാപിക്കുന്നത്. ഇതാണ് പെസഹയും തിരുവത്താഴവും തമ്മിലുള്ള ബന്ധം. കൊരിന്ത്യയിലെ സഭയിൽ സമ്പന്നരായ വിശ്വാസികളും അടിമകളും സാധുക്കളുമായ വിശ്വാസികളും ഉണ്ടായിരുന്നുവെന്നാണ് നമ്മൾ പൗലോസിൻ്റെ കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ആ കാലത്ത് ഞായറാഴ്ച അവർക്ക് അവധി ദിവസമായിരുന്നില്ല. അതിനാൽ നമ്മുടെ ഞായറാഴ്ച വൈകിട്ട് ആയിരുന്നിരിക്കണം അവർ ആരാധനയ്ക്കായും കർത്താവിൻ്റെ മേശയിൽ പങ്കുചേരുവാനായും കൂടി വന്നിരുന്നത്. ഇത് ക്രമീകരിക്കപ്പെട്ടിരുന്നത് സാമ്പത്തിക ശേഷിയുള്ളവരുടെ വീട്ടിലായിരുന്നിരിക്കണം. ഇവിടെയാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായത്. ആരാധനയ്ക്ക് മുമ്പ് സ്നേഹസദ്യ ക്രമീകരിക്കപ്പെടുമായിരുന്നു. ഇതൊരു പക്ഷേ പെസഹ അത്താഴത്തിൻ്റെ ഓർമ്മയ്ക്കായി ആയിരിക്കാം. പെസഹ അത്താഴത്തിലെ 15 ആചാരങ്ങളിൽ 11ാമത്തെ ചടങ്ങ് പെരുന്നാളിൻ്റെ അത്താഴമാണ്. കർത്താവിൻ്റെ അത്താഴത്തെ യഹൂദന്മാരുടെ പെസഹയുടെ തുടർച്ചയായി അന്നത്തെ വിശ്വാസികൾ കണ്ടിരിക്കാം. അതിനാൽ ഈ അത്താഴത്തെക്കുറിച്ചായിരിക്കാം പൗലോസ് 21-22 വാക്യങ്ങളിൽ പറയുന്നത്. ഈ സദ്യയുടെ രീതികളെക്കുറിച്ച് നമുക്കിന്ന് വ്യക്തത കുറവുണ്ട്. എന്നാൽ 23ാം വാക്യത്തിൽ പൗലോസ് തിരുവത്താഴത്തെ പെസഹ അത്താഴത്തിൽ നിന്നും വേർപെടുത്തുന്നുണ്ട്. അവർ ആരാധനയ്ക്കും അപ്പം നുറുക്കൽ ശുശ്രൂഷയ്ക്കും ഒരുമിച്ച് കൂടിയപ്പോൾ ക്രമീകരിച്ച സ്നേഹസദ്യ കൊരിന്തിലെ വിശ്വാസികൾക്കിടയിലെ വേർതിരിവിൻ്റെ ഒരു കാരണമായി മാറി. സമ്പന്നർ നേരത്തെ എത്തുകയും അവർ സമൃദ്ധമായ ആഹാരം കഴിച്ച് വീഞ്ഞു കുടിച്ചിരിക്കുകയും ചെയ്യും. പകൽ ജോലിക്ക് പോയിരുന്ന അടിമകളും സാധുക്കളുമായവർ താമസിച്ചു വരികയും അവർക്ക് ആഹാരമോ വീഞ്ഞോ ലഭിക്കാതിരിക്കുകയും ചെയ്യും. ഇപ്രകാരമുള്ള ഭക്ഷണം സ്നേഹസദ്യയല്ല. ഇതിന് കർത്താവിൻ്റെ അത്താഴവുമായി യാതൊരു ബന്ധവും ഇല്ല. അതിനാൽ ഓരോരുത്തർക്കും തിന്നുവാനും കുടിപ്പാനും നിങ്ങൾക്ക് വീടുകളില്ലയോ എന്ന് പൗലോസ് ചോദിക്കുന്നു. ഇത്തരം പ്രവൃത്തികൾ കാരണം അവരിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. അവർ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഭക്ഷണം കഴിപ്പാൻ കൂടുമ്പോൾ അന്യോന്യം കാത്തിരിക്കണമെന്നും വല്ലവനും വിശക്കുന്നുവെങ്കിൽ അവൻ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിക്കട്ടെ എന്നും പൗലോസ് ഉപദേശിക്കുന്നു. ഇതൊരു അവ്യക്തമായ സാഹചര്യമാണ്. തിരുവത്താഴ ശുശ്രൂഷ യേശുക്രിസ്തുവിനെ ഓർക്കുവാനുള്ള അവസരമാണ്. കർത്താവിൻ്റെ അത്താഴത്തെ ഗൗരവത്തോടെ കർത്താവിൻ്റെ ഓർമ്മയ്ക്കായും ഐക്യതയുടെ സമയമായും കാണേണ്ടതിനു പകരം അവരതിനെ ഒരു വിരുന്ന് ആക്കി മാറ്റി. പൗലോസ് ഈ വിവരം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഈ വ്യതിചലനത്തിൽ നിന്നും കർത്താവിൻ്റെ അത്താഴത്തെ അതിൻ്റെ ശരിയായ അർത്ഥത്തിലേക്ക് കൊണ്ടുവരാനാണ് പൗലോസ് 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ശ്രമിക്കുന്നത്. ഈ വാക്യങ്ങളിൽ കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ച് അദ്ദേഹം ദൈവത്തിൽ നിന്നും പ്രാപിച്ച വെളിപ്പാട് അവരെ അറിയിക്കുന്നു. പൗലോസിൻ്റെ ഈ വാക്കുകളാണ് തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് ശരിയായ അർത്ഥവും രൂപവും നൽകിയത്. അടിമത്വം, സ്വാതന്ത്ര്യം എന്നിവ പെസഹ അത്താഴത്തിൻ്റെ പ്രധാനപ്പെട്ട 2 പ്രമേയങ്ങളാണ്. പെസഹ അത്താഴത്തിൽ 15 ആചാരങ്ങളാണ് ഉള്ളത്. ഇവയെല്ലാം ഹഗദ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദന്മാരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് സൂര്യാസ്തമയത്തോടെയാണ്, അവസാനിക്കുന്നത് അടുത്ത സൂര്യ അസ്തമയത്തിലും. പുറപ്പാട് പുസ്തകത്തിലെ വിവരണമനുസരിച്ച് നീസാൻ മാസം 15-ാം തീയതിയുടെ ആരംഭത്തിൽ അന്നേ ദിവസം വൈകുന്നേരം ഇസ്രായേൽ ജനം മിസ്രയീമിൽ അടിമത്തത്തിലായിരുന്നു. എന്നാൽ അതേ ദിവസം രാത്രിയുടെ പകുതിക്ക് ശേഷം അവർ സ്വതന്ത്രരായി. അതായത് യഹൂദ കലണ്ടർ അനുസരിച്ച് അവർ ഒരേ ദിവസം അടിമകളും സ്വതന്ത്രരും ആയിരുന്നു. യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നത് വെള്ളിയാഴ്ചയായിരുന്നു എന്നാണ് സഭയുടെ പൊതുവായ വിശ്വാസം. ഇതിന് വ്യത്യസ്തമായി യേശു ക്രൂശിക്കപ്പെട്ടത് വ്യാഴാഴ്ചയാണ് എന്നും ബുധനാഴ്ചയാണ് എന്നും ചിന്തിക്കുന്നവരുണ്ട്. എങ്കിലും ഇവിടെ നമ്മൾ യേശു ക്രൂശിക്കപ്പെട്ടത് വെള്ളിയാഴ്ചയായിരുന്നു എന്ന ധാരണ സ്വീകരിച്ചുകൊണ്ട് പഠനം തുടരുകയാണ്. യഹൂദന്മാരുടെ ദിവസാരംഭത്തിൻ്റെ സമയമനുസരിച്ച് യേശുക്രിസ്തു പിടിക്കപ്പെടുന്നതും ക്രൂശിക്കപ്പെടുന്നതും മരിച്ച് അടക്കപ്പെടുന്നതും ഒരേ ദിവസമാണ്. വ്യാഴാഴ്ച സൂര്യാസ്തമയത്തോടെ വെള്ളിയാഴ്ച ദിവസം ആരംഭിച്ചു. ആ രാത്രിയുടെ ആരംഭത്തിങ്കൽ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും റോമൻ പടയാളികളും വാളും വടികളുമായി വന്ന് അവനെ പിടിച്ചുകൊണ്ട് പോയി. അന്ന് രാത്രി തന്നെ ഹന്നാവും മഹാപുരോഹിതനായ കയ്യഫാവും യേശുവിനെ വിചാരണ ചെയ്തു. യോഹന്നാൻ 18:13 പറയുന്ന പ്രകാരം ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. അവൻ ആ സംവത്സരത്തെ മഹാപുരോഹിതനായ കയ്യഫാവിൻ്റെ അമ്മായിയപ്പനായിരുന്നു. കയ്യഫാവിന് മുമ്പ് ഹന്നാവ് മഹാപുരോഹിതൻ ആയിരുന്നു. കയ്യഫാവിൻ്റെ വീട്ടിൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒരുമിച്ച് കൂടിയിരുന്നു. അവരായിരുന്നു ന്യായാധിപ സംഘം.
അന്നത്തെ യഹൂദന്മാരുടെ ന്യായാധിപ സംഘത്തിന് ഒരുവനെ പിടികൂടുവാനും വിചാരണ ചെയ്യുവാനും കൊല്ലുവാനും വിധിക്കുവാനുമുള്ള അധികാരമുണ്ടായിരുന്നു. എന്നാൽ വധശിക്ഷ റോമൻ അധികാരികളുടെ അംഗീകാരമില്ലാതെ നടപ്പിലാക്കുവാൻ സാധ്യമല്ലായിരുന്നു. രാത്രിയിൽ കൂടിയ ന്യായാധിപ സംഘം അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അംഗങ്ങൾ മാത്രം പങ്കെടുത്ത അനൗദ്യോഗികമായ സമിതി മാത്രമായിരുന്നു. ന്യായാധിപ സംഘത്തിന് മുമ്പാകെ യേശു വിചാരണ ചെയ്യപ്പെട്ടു. അവൻ മരണയോഗ്യനെന്ന് വിധിക്കപ്പെട്ടു. യഹൂദ കലണ്ടർ അനുസരിച്ച് വെള്ളിയാഴ്ച ദിവസം തുടരുകയാണ്. ഇനി നമ്മൾ പറയുന്ന സമയം വെള്ളിയാഴ്ച സൂര്യൻ ഉദിച്ചതിന് ശേഷമുള്ള സമയമാണ്. സമയക്രമം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതും ആണ്. യേശുവിനെ വിചാരണ ചെയ്യുവാനായി രാത്രിയിൽ കൂടിയ ന്യായാധിപ സംഘം അനൗദ്യോഗികമായ സമിതി മാത്രമായിരുന്നു. അതിനാൽ വെള്ളിയാഴ്ച അതിരാവിലെ സൂര്യൻ ഉദിച്ച നേരത്തെ തന്നെ ന്യായാധിപ സംഘം ഒത്തുചേർന്നു. ഔദ്യോഗികമായി യേശുവിനെ കുറ്റക്കാരനെന്നും വധശിക്ഷയ്ക്ക് യോഗ്യനെന്നും വിധിച്ചു. വർഷത്തിന്റെ ആ കാലത്ത് യഹൂദദേശത്ത് ഏകദേശം 5 മണിയോടെ സൂര്യൻ ഉദിച്ചിരുന്നു. രാവിലെ ഏകദേശം 6 മണിയോടെ ന്യായാധിപ സംഘം വധശിക്ഷ നടപ്പാക്കുന്നതിനായി യേശുവിനെ യഹൂദയുടെ ഗവർണറായിരുന്ന പീലാത്തോസിന്റെ അടുക്കൽ അയച്ചു. യേശു ഗലീലക്കാരനെന്ന് മനസ്സിലാക്കിയ പീലാത്തോസ് യേശുവിനെ ഹെരോദ അന്തിപ്പാസിന്റെ അടുക്കൽ അയച്ചു. രാവിലെ 7 മണിയോടെ ഹെരോദാവ് യേശുവിനെ പീലാത്തോസിന്റെ അടുക്കൽ തിരികെ അയച്ചു. രാവിലെ 8 മണിയോടെ പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാനുള്ള അന്തിമ വിധി പുറപ്പെടുവിച്ചു. യഹൂദ പുരോഹിതന്മാരും ജനക്കൂട്ടവും പടയാളികളും ചേർന്ന് യേശുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയി. രാവിലെ 9 മണിയോടെ യേശുവും ജനക്കൂട്ടവും റോമൻ പടയാളികളും ഗോൽഗോഥ എന്ന സ്ഥലത്തെത്തി. മർക്കോസ് 15:25 പറയുന്നു, 3-ാം മണി നേരമായപ്പോൾ അവനെ ക്രൂശിച്ചു. യഹൂദന്മാരുടെ അന്നത്തെ 3-ാം മണി നേരം നമ്മളുടെ രാവിലെ 9 മണിയാണ്. യേശു മരിക്കുന്നതിന് മുമ്പ് ഏകദേശം 6 മണിക്കൂറുകൾ ക്രൂശിൽ കിടന്നു. വെള്ളിയാഴ്ച തന്നെ വൈകിട്ട് 3 മണിയോടെ യേശു ക്രൂശിൽ മരിച്ചു. അതായത് യഹൂദ ദിവസത്തിന്റെ കണക്കനുസരിച്ച് വെള്ളിയാഴ്ച ദിവസം ആരംഭിച്ചപ്പോൾ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ പാപത്തിന്റെ അടിമത്തത്തിലായിരുന്നു. അതേ ദിവസം അവസാനിക്കുന്നതിന് മുമ്പേ അവർ യേശുക്രിസ്തു എന്ന ആട്ടിൻകുട്ടിയുടെ യാഗത്താൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രരായി. അതായത് അവർ ഒരേ ദിവസം അടിമകളും സ്വതന്ത്രരുമായി. ഇത് പെസഹയും കർത്താവിന്റെ അത്താഴവും തമ്മിലുള്ള സാമ്യം ആണ്. യേശുക്രിസ്തു അവന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ 3 പ്രാവശ്യം പെസഹ ആചരിച്ചതായി യോഹന്നാൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തേത് യെരുശലേമിലും, രണ്ടാമത്തേത് ഗലീലയിലും, മൂന്നാമത്തേത് വീണ്ടും യെരുശലേമിലുമാണ്. എന്നാൽ യേശുക്രിസ്തു 4-മതൊരു പെസഹ കൂടി ആചരിച്ചിരുന്നു എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് അവസാനത്തെ പെസഹയ്ക്കും ഗലീലയിൽ വെച്ച് ആചരിച്ച പെസഹയ്ക്കും ഇടയിൽ ആയിരിക്കണം. ഇതിനെക്കുറിച്ചായിരിക്കാം ലൂക്കോസ് 9:51, യോഹന്നാൻ 5:1 എന്നീ വാക്യങ്ങളിൽ പരാമർശിക്കുന്നത്. യോഹന്നാൻ 5:1 കൂടാരപ്പെരുന്നാളിനെ കുറിച്ചാണ് എന്ന അഭിപ്രായവും ഉണ്ട്. യേശുക്രിസ്തു ശിഷ്യന്മാരുമൊത്ത് അവസാനമായി കഴിച്ച അത്താഴം യഹൂദന്മാരുടെ പെരുന്നാളായ പെസഹയുമായി ബന്ധപ്പെട്ട അത്താഴമായിരുന്നു. ഇത് സുവിശേഷങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവും ശിഷ്യന്മാരും പെസഹ ആചരിച്ചത് യഹൂദന്മാരുടെ എല്ലാ ആചാരങ്ങളും അനുസരിച്ചാണ്. എന്നാൽ അതിലെ പുളിപ്പില്ലാത്ത അപ്പം, വീഞ്ഞ് എന്നിവ യേശു അവന്റെ ശരീരം, രക്തം എന്നിവയുടെ പ്രതീകമായി വ്യാഖ്യാനിച്ചു. പെസഹ അത്താഴത്തെ പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ അത്താഴമായി യേശു മാറ്റി. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം കർത്താവിന്റെ മേശയെക്കുറിച്ചുള്ള പൗലോസിന്റെ വെളിപ്പാട് നമ്മൾ മനസ്സിലാക്കുവാൻ. ക്രിസ്തീയ വിശ്വാസികൾ ആരാധനയ്ക്കായോ പ്രാർത്ഥനയ്ക്കായോ കൂടി വരുമ്പോഴെല്ലാം കർത്താവിന്റെ മേശ ആചരിക്കണമെന്ന് നേരിട്ട് പറയുന്ന വാക്യം വേദപുസ്തകത്തിലില്ല. എന്നാൽ 1 കൊരിന്ത്യർ 11:20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ ഒരു ആശയം അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൽപ്പന നേരിട്ട് പറയുന്നില്ല എന്നതിനാൽ വിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി കൂടി വരുന്ന എല്ലാ സന്ദർഭങ്ങളിലും കർത്താവിന്റെ അത്താഴം ആചരിക്കണം എന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 2:46 പറയുന്നതനുസരിച്ച് ആദ്യകാല വിശ്വാസികൾ എല്ലാ ദിവസവും തിരുവത്താഴം ആചരിച്ചിരുന്നു എന്ന് അനുമാനിക്കാം. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 20:7 വിവരണം അനുസരിച്ച് അപ്പം നുറുക്കൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ആചരിച്ചിരുന്നുള്ളൂ. ഇവിടെ പറയുന്ന ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ എന്നത് നമ്മളുടെ ശനിയാഴ്ച സൂര്യാസ്തമയത്തിന് ശേഷമോ ഞായറാഴ്ച ദിവസമോ ആകാം. കാരണം യഹൂദന്മാർക്ക് ഒരു ദിവസം ആരംഭിക്കുന്നത് സൂര്യാസ്തമയത്തോടെയാണ്. ശനിയാഴ്ച സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച ആരംഭിക്കുകയായി. ഇവിടെയുള്ള പ്രധാന ഉപദേശം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നതാണ്. 26-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തിരുവത്താഴത്തെ കുറിച്ചുള്ള തൻ്റെ വ്യാഖ്യാനം ആരംഭിക്കുന്നത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും
നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ ഭൗതിക ശുശ്രൂഷയുടെ കാലത്ത് പൗലോസ് അവൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നില്ല. പെന്തക്കോസ്ത് ദിവസം സഭ ഭൗതിക തലത്തിൽ രൂപപ്പെട്ടതിന് ശേഷം ആദ്യ നാളുകളിൽ സഭയെ പീഡിപ്പിക്കുവാൻ നേതൃത്വം നൽകിയ ഒരു വ്യക്തിയാണ് പൗലോസ്. എന്നാൽ പിന്നീട് അദ്ദേഹം യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെടുകയും എരിവോടെ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി തീരുകയും ചെയ്തു. അതായത് യേശുവും ശിഷ്യന്മാരും അവസാനത്തെ അത്താഴം കഴിച്ച സമയത്ത് പൗലോസ് യേശുവിൻ്റെ ശത്രുപക്ഷത്തായിരുന്നു. അവൻ അന്ത്യ അത്താഴത്തിൽ പങ്കുചേർന്നിരുന്നില്ല. പൗലോസ് അതിൻ്റെ ഒരു ദൃക്സാക്ഷി അല്ല. അവൻ അതിനെക്കുറിച്ച് മറ്റു ശിഷ്യന്മാരൊന്നും ചോദിച്ചറിഞ്ഞ കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. തിരുവത്താഴത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം ദൈവത്തിൽ നിന്നും പ്രാപിച്ച വെളിപ്പാടാണ്. അതിനാൽ തിരുവത്താഴത്തിൻ്റെ ഭൗതിക ക്രമീകരണമല്ല, ആത്മീയ മർമ്മമാണ് അദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നത്. പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുന്നത് സുവിശേഷ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുന്നതിന് മുമ്പാണ്. മർക്കോസും മത്തായും സുവിശേഷ ഗ്രന്ഥങ്ങൾ എഴുതുന്നത് AD 50-60കളിലും ലൂക്കോസ് 60-61 വർഷങ്ങളിലുമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം AD 53-55 കാലഘട്ടത്തിൽ പൗലോസ് എഫെസോസിൽ വെച്ച് എഴുതിയതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം AD 55-56 മക്കദോനിയിൽ വെച്ച് എഴുതി. അതിനാൽ കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ചുള്ള എഴുതപ്പെട്ട ആദ്യത്തെ വിവരണവും വ്യാഖ്യാനവും പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്നത് ആണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുമെന്ന് പൗലോസ് പറയുന്നത് സഭ അപ്പോൾ പിന്തുടർന്നിരുന്ന ഒരു പാരമ്പര്യമാണ് എന്നും കർത്താവിങ്കിൽ നിന്ന് എന്നത് പൊതുവെ പറയുന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണ് എന്നും അഭിപ്രായപ്പെടുന്നവർ ഉണ്ട്. എന്നാൽ പൗലോസ് ഇവിടെ വിശദീകരിക്കുന്ന ആത്മീയ മർമ്മം പൗലോസ് വെളിപ്പാടിലോ പ്രവചനത്താലോ മറ്റേതെങ്കിലും രീതികളിലോ കർത്താവിൽ നിന്നും നേരിട്ട് പ്രാപിച്ചതാണ്. ഇതിന് സമാനമായ ഒരു അവകാശവാദം പൗലോസ് ഗലാത്യർ 1:11-12 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ എന്ന വാക്കിൽ കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ച് പൗലോസ് പറയാൻ പോകുന്ന വെളിപ്പാട് അദ്ദേഹം മുമ്പ് കൊരിന്ത്യയിലെ സഭയിലെ അറിയിച്ചതാണ് എന്ന ആശയമുണ്ട്. എന്നാൽ അവർ അതിന് വേണ്ടവണ്ണം പ്രാധാന്യം നൽകിയില്ല. അതുകൊണ്ട് പൗലോസ് വീണ്ടും അവരെ ഇതിൻ്റെ ആത്മീയ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് അവന് ലഭിച്ച വെളിപ്പാടുകൾ ഇവിടെ നേരിട്ട് എഴുതുന്നത് കൊരിന്ത്യയിലെ സഭയ്ക്കായിരുന്നു. എങ്കിലും എല്ലാ കത്തുകളും കഴിയുന്നിടത്തോളം പ്രാദേശിക സഭകളിൽ വായിക്കാറുണ്ടായിരുന്നു. അതായത് എല്ലാ കത്തുകൾക്കും പൊതുവായ വായനക്കാരുണ്ടായിരുന്നു. കത്തുകളിൽ പറയുന്ന ഉപദേശങ്ങളെ അടിസ്ഥാന പ്രമാണങ്ങളായി സഭ കരുതി സൂക്ഷിച്ചു വെക്കുകയും പിന്നീട് സഭാപിതാക്കന്മാർ ഇതിൽ നിന്നും ഉദ്ധരിക്കുകയും ചെയ്തിരുന്നു. ആദ്യകാല സഭകളിൽ വായിക്കുവാൻ യോജ്യമായ ലേഖനങ്ങളുടെ പട്ടികയിൽ പൗലോസിൻ്റെ എഴുത്തുകൾ ആദ്യം മുതൽ തന്നെ ഉൾപ്പെട്ടു. അതിനാൽ പൗലോസിൻ്റെ കത്തുകൾ എക്കാലത്തെയും ക്രൈസ്തവ സഭയ്ക്കുള്ള വെളിപ്പെട്ട് കിട്ടിയ ഉപദേശങ്ങളാണ്. തിരുവത്താഴത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പൗലോസ് എക്കാലത്തെയും സഭയ്ക്ക് ഏൽപ്പിക്കുന്നതാണ്. ഇനി പൗലോസ് അദ്ദേഹത്തിന് ലഭിച്ച വെളിപ്പാട് പറയുകയാണ്. അത് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ. സാധാരണയായി ഒരു സംഭവത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അത് കാലക്രമമായ ക്രമത്തിലാണ് വിവരിക്കുന്നത്. കർത്താവിൻ്റെ മേശയെക്കുറിച്ച് നമ്മൾ വിവരിക്കുമ്പോഴും യേശു ശിഷ്യന്മാരുമായി അവസാനമായി പെസഹ അത്താഴം കഴിക്കുവാൻ ഇരുന്നപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് കർത്താവിൻ്റെ അത്താഴത്തെ കാലക്രമമായ ക്രമത്തിൽ വിവരിച്ചാൽ അന്നത്തെ ദിവസം പെസഹ പെരുന്നാളിൻ്റെ ദിവസമായിരുന്നുവെന്നും അന്ന് യേശു ശിഷ്യന്മാരുമായി അവസാനത്തെ പെസഹ ആചരിച്ചു എന്നും പറയണം. അതാണ് സംഭവത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം. എന്നാൽ പൗലോസ് ഇവിടെ കാലക്രമമായ ക്രമത്തെ ഉപേക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന് ലഭിച്ച വെളിപ്പാടിൽ കർത്താവിൻ്റെ അത്താഴത്തിന് യഹൂദ പെസഹയുടെ തുടർച്ചയില്ല. പകരം അദ്ദേഹം യുക്തിപരമായ ക്രമമാണ് ഉപയോഗിക്കുന്നത്. യേശുക്രിസ്തു അന്ത്യാത്താഴം കഴിച്ച ദിവസം ആദ്യം സംഭവിച്ചത് വിട്ടുകളഞ്ഞിട്ട് അത്താഴത്തിന് ചില മണിക്കൂറുകൾക്ക് ശേഷം സംഭവിച്ച ഒരു കാര്യം ആദ്യം പറഞ്ഞുകൊണ്ട് പൗലോസ് വിവരണം ആരംഭിക്കുന്നു. അതായത് കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ ആത്മീയ മർമ്മം യഹൂദൻ്റെ പെസഹയിലല്ല, കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്ത സംഭവത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. വ്യക്തമായി പറഞ്ഞാൽ കർത്താവിൻ്റെ അത്താഴം ഇസ്രായേൽ ചരിത്രത്തിലെ ഒരു പഴയ സംഭവമായിട്ടല്ല മാർമികമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ പരമയാഗവുമായിട്ടാണ്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ മാർമികമായി എന്താണ് സംഭവിച്ചത്? ഈ വാക്യത്തിലെ കാണിച്ചു കൊടുത്ത എന്നതിൻ്റെ ഗ്രീക്ക് പദം പാരാഡിഡോമി എന്നാണ്. ലൂക്കോസ് 22:48 യൂദയെ മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിലും ഇതേ ഗ്രീക്ക് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
മത്തായി 26:48 മർക്കോസ് 14:18 മറ്റു പല വാക്യങ്ങളിലും ഇത് ഗ്രീക്ക് വാക്ക് കാണിച്ചു കൊടുക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പാരാഡിഡോമി എന്ന ഗ്രീക്ക് വാക്കിന് ഒറ്റിക്കൊടുക്കുക എന്ന ആശയത്തിൽ കാണിച്ചു കൊടുക്കുക എന്നും അത് കൂടാതെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നും അർത്ഥമുണ്ട്. പിടിക്കപ്പെടുവാനും കാരാഗൃഹത്തിലാകുവാനും ശിക്ഷിക്കപ്പെടുവാനും പീഡിപ്പിക്കപ്പെടുവാനുമായി സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ ഈ ഗ്രീക്ക് വാക്ക് അർത്ഥമാക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കുക എന്ന അർത്ഥത്തിൽ ഈ ഗ്രീക്ക് വാക്ക് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് ഉദ്ദേശിച്ചത് യൂദ ഈസ്കര്യോത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്തു എന്നാണോ അതോ യേശു ഏൽപ്പിച്ചു കൊടുത്തു എന്നാണോ എന്നതിൽ വേദപണ്ഡിതന്മാർക്കിടയിൽ രണ്ടു പക്ഷമുണ്ട്. ഫലത്തിൽ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി. എന്നാൽ ഒറ്റിക്കൊടുക്കുക, ഏൽപ്പിച്ചു കൊടുക്കുക എന്നീ വാക്കുകളിൽ മാർമികമായി രണ്ട് ആശയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. സാക്ഷാൽ ദൈവപുത്രനായിരുന്ന യേശു ക്രിസ്തുവിനെ അവൻ ഏൽപ്പിച്ചു കൊടുക്കാതെ ആർക്കും പിടിക്കുവാനോ കൊല്ലുവാനോ കഴിയുമായിരുന്നില്ല. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ പല പ്രാവശ്യം ശ്രമിച്ചതാണ്. എന്നാൽ അപ്പോൾ നിശ്ചയിക്കപ്പെട്ട സമയം ആയിരുന്നില്ല. ഇതിനെക്കുറിച്ച് സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്. അനേകരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഒരു യാഗമായി തീരുവാൻ പിതാവായ ദൈവം നിർണയിച്ച സമയമായപ്പോൾ ക്രൂശിക്കപ്പെടുവാനായി യേശു സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. ഈ ആശയം നമുക്ക് മറ്റു ചില വാക്യങ്ങളിൽ വായിക്കാം. റോമർ 4:24 ഏൽപ്പിച്ചും എന്നതിൻ്റെയും റോമർ 8:32 ഏൽപ്പിച്ചു തന്നവൻ എന്നതിൻ്റെയും ഗ്രീക്ക് പദം പാരാഡിഡോമി എന്നാണ്. യെശയ്യാവ് 53 ഏൽപ്പിച്ചു കൊടുത്തു എന്ന ആശയം കാണാം. 6-ാം വാക്യത്തിൽ പിതാവായ ദൈവം നമ്മുടെ കർത്താവിനെ ഒരു പാപപരിഹാര യാഗമൃഗമായി നിർണയിച്ചു എന്നും 10-ാം വാക്യത്തിൽ ഒരു അകൃത്യയാഗമായി തീരുവാൻ യേശുക്രിസ്തുവിനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയെന്നും 12-ാം വാക്യത്തിൽ കർത്താവ് സ്വയം ജീവനെ ഒഴുക്കിക്കളഞ്ഞു എന്നുമുള്ള ആശയം ഉണ്ട്. ദൈവത്തിന്റെ മുൻ നിർണയപ്രകാരം തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരുന്ന പ്രവചനങ്ങൾ അനുസരിച്ച് യേശുക്രിസ്തു ക്രൂശിലെ മരണത്തിനായി സ്വയം ഏൽപ്പിച്ചു കൊടുത്തു. അതേസമയം ഭൗതിക മണ്ഡലത്തിൽ യേശുക്രിസ്തുവിനെ നാശയോഗ്യനായ യൂദ ഈസ്കര്യോത്താവ് കാണിച്ചു കൊടുത്തു. 1 കൊരിന്ത്യർ 11:23 അപ്പോസ്തലനായ പൗലോസ് ആത്മീയ മർമ്മം വ്യാഖ്യാനിക്കുവാനാണ് ശ്രമിക്കുന്നത്. അതിനാൽ അദ്ദേഹം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന മർമ്മം ഇതാണ്: യേശുക്രിസ്തു പിടിക്കപ്പെടുവാനും പീഡിപ്പിക്കപ്പെടുവാനും ക്രൂശിക്കപ്പെടുവാനുമായി സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിലാണ് അവൻ തിരുവത്താഴ ശുശ്രൂഷ കൽപ്പിച്ച് നൽകിയത്. അതായത് കർത്താവിൻ്റെ അത്താഴം യഹൂദന്റെ പെസഹയുടെ പിന്തുടർച്ച ആയിട്ടല്ല പൗലോസ് വ്യാഖ്യാനിക്കുന്നത്. അതിന് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിലെ പരമയാഗവുമായി മാത്രമേ ബന്ധമുള്ളൂ. ഈ മർമ്മം പ്രസ്താവിച്ചതിന് ശേഷം പൗലോസ് കർത്താവിൻ്റെ അത്താഴത്തിലെ ആചാരങ്ങൾ വിവരിക്കുകയാണ്. കർത്താവിൻ്റെ അത്താഴത്തിൻ്റെ സമയത്തെയും സാഹചര്യത്തെയും യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണവുമായി ബന്ധിപ്പിച്ചതിന് ശേഷം എന്തെല്ലാം ആചാരങ്ങളാണ് യേശു സ്ഥാപിച്ചത് എന്ന് പൗലോസ് വിശദീകരിക്കുന്നു. ഇവിടെ പൗലോസ് കണ്ടോ കേട്ടോ അറിഞ്ഞ കാര്യങ്ങളല്ല, അവൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. സിനോപ്റ്റിക് സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവയിൽ യേശുക്രിസ്തു ശിഷ്യന്മാരുമൊത്ത് കഴിച്ച അവസാനത്തെ അത്താഴം പെസഹ അത്താഴമായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദ പാരമ്പര്യമനുസരിച്ചുള്ള പുളിപ്പില്ലാത്ത പെസഹ അപ്പം, വീഞ്ഞ് എന്നിവ ആ അത്താഴത്തിൽ ഉണ്ടായിരുന്നു. ഈ ഘടകങ്ങളെ യേശു പുതിയ നിയമത്തിന്റെ പ്രതീകങ്ങളായി അവതരിപ്പിച്ചു. പുളിപ്പില്ലാത്ത അപ്പം തകർക്കപ്പെടുന്നവന്റെ ശരീരത്തിന്റെ പ്രതീകവും വീഞ്ഞ് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരയാഗമായി ചൊരിയുന്ന അവന്റെ രക്തത്തിന്റെ പ്രതീകവും ആയി. യേശുക്രിസ്തു ശിഷ്യന്മാരുമൊത്ത് പെസഹ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അതിലെ ചില ആചാരങ്ങളുടെ ആത്മീയ നിവർത്തി അവന്റെ മരണത്തിൽ ഉണ്ടാകുവാൻ പോകുന്നു എന്ന് വ്യാഖ്യാനിച്ചത്. ഇത് ആരംഭിക്കുന്നത് അവൻ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി എന്ന പ്രവൃത്തിയോടെ ആണ്. പെസഹ അത്താഴത്തിൽ എപ്പോഴാണ് യേശുക്രിസ്തു ഇത് ചെയ്തത്? അവൻ നുറുക്കിയ അപ്പം ഏതാണ്? പെസഹ അത്താഴത്തെ പെസഹ സെയ്ഡർ എന്നാണ് യഹൂദന്മാർ വിളിക്കുക. സെയ്ഡർ എന്ന വാക്കിന്റെ അർത്ഥം ക്രമം, നടപടിക്രമം എന്നിങ്ങനെയാണ്. ഹഗദ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പുസ്തകത്തിൽ പെസഹ അത്താഴത്തിന്റെ ക്രമം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് യഹൂദന്മാർ പെരുന്നാൾ ദിവസം അത്താഴം ക്രമീകരിക്കുവാനായും വായിക്കുവാനായും ഉപയോഗിക്കുന്നത്. ഹഗദയിൽ പെസഹ അത്താഴത്തിന്റെ ചടങ്ങുകളും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന്റെ ചരിത്രവും അത്താഴത്തിലെ വിഭവങ്ങളും അനുഗ്രഹ പ്രാർത്ഥനകളും പാട്ടുകളും ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
പുറപ്പാടിൻ്റെ ചരിത്രം പറയുക, 4 കപ്പ് വീഞ്ഞു കുടിക്കുക, മാർസ എന്ന് വിളിക്കുന്ന പുളിപ്പില്ലാത്ത പെസഹപ്പം കഴിക്കുക, പ്രതിരൂപമായ ചില ആഹാരങ്ങൾ കഴിക്കുക, സ്വാതന്ത്ര്യത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം ചാരിയിരിക്കുക എന്നിവ പെസഹ അത്താഴത്തിൻ്റെ ചടങ്ങുകൾ ആണ്. അത്താഴം ഒരുക്കിയിരിക്കുന്ന മേശയുടെ തലപ്പത്ത് ചെറിയ ഭാഗങ്ങളായി വേർതിരിച്ച ഒരു പ്രത്യേക പാത്രം ഉണ്ടായിരിക്കും. ഇതിൽ ചില ഭക്ഷണങ്ങൾ പ്രതീകമായി വെച്ചിരിക്കും. ഇതിനെ സെയ്ഡർ പാത്രം എന്നാണ് വിളിക്കുക. സെയ്ഡർ പാത്രത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടാതെ മേശപ്പുറത്തും മറ്റും 3 ഭക്ഷ്യവസ്തുക്കൾ കൂടി വെച്ചിരിക്കും. അവ ഇതെല്ലാമാണ്: 1. പുളിപ്പില്ലാത്ത പെസഹാപ്പം, ഇതിനെ മാറ്റ്സ എന്ന് വിളിക്കുന്നു. ഇതിനെ ഒരു തുണി കൊണ്ട് മൂടിയിരിക്കും. 2. ഉപ്പുവെള്ളം, ഇത് ഇസ്രായേലർ മിസ്രൈമിൽ അടിമകൾ ആയിരുന്നപ്പോൾ ഉള്ള അവരുടെ കണ്ണുനീരിനെ ഓർമ്മിപ്പിക്കുന്നു. 3. ഏലിയാവിൻ്റെ കപ്പ്, ഇത് ഏലിയാവിന് എന്ന് പറഞ്ഞ് വീഞ്ഞൊഴിച്ചു വെക്കുവാനുള്ള കപ്പാണ്. ഭാവിയിൽ വരുവാനുള്ള മശിഹയെക്കുറിച്ചും വിടുതലിനെക്കുറിച്ചുമുള്ള പ്രത്യാശയാണിത്. പെസഹ അത്താഴത്തിൻ്റെ ഭാഗമായി ചില പ്രത്യേക സന്ദർഭങ്ങളിലായി അതിൽ പങ്കെടുക്കുന്നവർ 4 കപ്പ് വീഞ്ഞു കുടിക്കാറുണ്ട്. മേശപ്പുറത്ത് 5ാമതൊരു കപ്പ് വീഞ്ഞു കൂടി ഉണ്ടാകാറുണ്ട്. ഇത് അത്താഴത്തിൻ്റെ ഭാഗമായി ആരും കുടിക്കാറില്ല. ഇതിനെ ഏലിയാവിൻ്റെ കപ്പ് എന്നാണ് വിളിക്കുന്നത്. പഴയ നിയമപ്രവാചകനായ ഏലിയാവിൻ്റെ ആത്മാവ് പെസഹ ദിവസം അവരെ സന്ദർശിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇതിന് മശിഹയുടെ പ്രത്യക്ഷതയുമായി ബന്ധമുണ്ട്. അതിനാൽ ഇത് അന്തിമമായ വിടുതലിനെ സൂചിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന് ലഭിച്ച വെളിപ്പാടുകളെ അടിസ്ഥാനമാക്കി കർത്താവിൻ്റെ അത്താഴത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ 1ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. 2ാമത്തെ ഭാഗം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. naphtalitribe.tv.com എന്നതാണ് ചാനലിൻ്റെ മേൽവിലാസം. ഈ പഠനത്തിൻ്റെ ബുക്ക് സൗജന്യമായി ലഭ്യമാണ്. താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ആവശ്യപ്പെടുക. ഫോൺ നമ്പർ 9961330751. ഇതിൻ്റെ 1ാമത്തെ ഭാഗം കേട്ട് അനുഗ്രഹം പ്രാപിച്ച നിങ്ങളെ എല്ലാവരെയും 2ാമത്തെ ഭാഗം കൂടി കേൾക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.